മാർച്ച് 27 തിയേറ്ററിൽ എത്തുന്ന എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അനേകം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച റിച്ച് ഫ്രെയിം ആൻഡ് റിച്ച് ഫിലിമായ എമ്പുരാൻ എന്ന ചിത്രത്തിന് വമ്പൻ ബഡ്ജറ്റ് ആയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 150 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നു. സിനിമ തിയേറ്ററിൽ എത്താൻ ഇനിയും 2 മാസത്തോളം ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ആയി എന്നൊക്കെ പുറത്ത് പറയേണ്ടത് സിനിമയുടെ പ്രൊഡക്ഷൻ ടീമാണ്. ആശീർവാദ സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ മൾട്ടിസ്റ്റാർ പാൻ ഇന്ത്യൻ മൂവിയാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ നായകനായിട്ട് മോഹൻലാൽ, കൂടെ കട്ടക്ക് കട്ടയായിട്ട് നിൽക്കാൻ ടൊവിനോ തോമസും പൃഥ്വിരാജും മഞ്ജു വാര്യറും, പിന്നീട് രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അനേകം താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമായിട്ട് അതർ ലാംഗ്വേജിൽ നിന്നെല്ലാം ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അത് ആരൊക്കെ എന്നുള്ളത് നമുക്ക് റിലീസിന്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 2 മാസത്തോളം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്താൻ ഇനിയും ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. വമ്പൻ പ്രൊമോഷനാണ് സിനിമയ്ക്ക് അണിയറ പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്യുന്ന പല സിനിമകൾക്കും റിലീസിന്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 10 ദിവസം മുന്നേ ഒക്കെയാണ് നമ്മൾ പ്രസ് മീറ്റുകളും ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം അതർ ലാംഗ്വേജിൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. 5 ലാംഗ്വേജിലായിട്ട് തിയേറ്ററിൽ എത്തുന്ന സിനിമകൾക്ക് ഓരോ ലാംഗ്വേജിലും മികച്ച പ്രൊമോഷനാണ് ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് ഇപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായിരിക്കുന്നത്. അവിടെയാണ് ചിത്രത്തിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതിന്റെ മുന്നേ മലയാളത്തിൽ വമ്പൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കണ്ട ഒരു മൂവി കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ മൂവി ആയിരുന്നു. പക്ഷേ ആ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. അതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിരുന്നു. പക്ഷേ ആദ്യ ദിവസം നല്ലൊരു കളക്ഷൻ നേടാൻ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊമോഷനാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. വമ്പൻ മൾട്ടി സ്റ്റാർ ചിത്രമായ എമ്പുരാൻ ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് നേടുന്നതെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം കുറിച്ചിരിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് എമ്പുരാൻ കൊണ്ടുപോകും. എമ്പുരാന്റെ ടീസർ കണ്ടിട്ട് എന്ത് തോന്നി? ആരൊക്കെ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിരുജിനാസ്. ഓക്കെ, ബൈ.